പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. സന്തോഷമായിരിക്കുന്നുവോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറില്ലേ, സന്തോഷത്തോടെ ഇരിക്കുന്നുവോ എന്ന്. ധൈര്യത്തോടെ ഇരിക്കുന്നുവോ, ഉത്സാഹത്തോടെ ഇരിക്കുന്നുവോ എന്ന്. എന്തുകൊണ്ടാണെന്നോ? അതിൽ ഒരു രഹസ്യം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശേഷപ്പെട്ട കാര്യം നടക്കുമത്രേ. എന്താണ് നടക്കുക എന്ന് ചിന്തിക്കുകയാണോ? കർത്താവ് പറയുന്നു, 37-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹൃദയത്തിൽ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങളില്ലേ? കർത്താവേ, ഇത് നടന്നാൽ നന്നായിരിക്കും, കർത്താവേ, ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഹൃദയത്തിൽ ദൈവത്തോട് ചില കാര്യങ്ങൾക്കായി നമ്മൾ അപേക്ഷിക്കുന്നില്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. സംസാരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇത് നടന്നാൽ നന്നായിരിക്കും, യേശുവേ എന്ന് വിചാരിക്കാറില്ലേ? നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന അപേക്ഷയെ കർത്താവ് അരുളി ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിത്തരും. എപ്പോഴാണെന്നറിയാമോ? യഹോവയിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോഴാണ്. നിങ്ങളെപ്പോഴും ദുഃഖത്തോടെയും ശോകത്തോടെയും കരഞ്ഞുകൊണ്ട്, ദൈവം എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്റെ ജീവിതം എന്താണ് ഇങ്ങനെ വിചാരിച്ചാൽ ദൈവം അത്ഭുതം ചെയ്തു തരില്ല. ഞാൻ യേശുവിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു, യേശു എന്റെ കൂടെയുണ്ടല്ലോ, എന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, എന്റെ കൂടെയിരിക്കുന്നു, തുണയായിരിക്കുന്നു, യേശുവേ സ്തോത്രം എന്ന് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റിത്തരും, നിങ്ങളുടെ ഇഷ്ടം പൂർത്തിയാക്കും. അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നത്. ദിവസവും രാവിലെ എഴുന്നേറ്റയുടനെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുവാൻ പരിശീലിക്കൂ. ചില സമയത്ത് ഭാരം സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ അത് കർത്താവിനെ ഏൽപ്പിക്കൂ. കർത്താവിനെ സ്തുതിച്ചു പാടൂ, നിങ്ങൾ സന്തോഷിക്കൂ. അങ്ങനെ ചെയ്യും തോറും നിങ്ങളുടെ മനോരഥത്തെ കർത്താവ് നിറവേറ്റിത്തരും. എന്റെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? എന്തിനാണ് ദുഃഖിക്കുന്നത്? ആ ദുഃഖമെല്ലാം ദൈവത്തിനെ ഏൽപ്പിക്കൂ. ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കൂ. എല്ലാ ഭാരവും ദൈവത്തിനെ ഏൽപ്പിക്കൂ. നിങ്ങൾ എന്തിനാണ് അത് ചുമക്കുന്നത്? എല്ലാം ഞാൻ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാണ്? ദൈവത്തിങ്കൽ സമർപ്പിക്കൂ. ദൈവമേ, എന്റെ ഭാരം മുഴുവൻ ഞാൻ അങ്ങയ്ക്ക് തരുന്നു, ഞാൻ അങ്ങയിൽ സന്തോഷിക്കും, എപ്പോഴും യേശുവിൽ സന്തോഷത്തോടെ ഇരിക്കും. എന്റെ മനോരഥത്തെ അങ്ങ് നിർവഹിച്ചു തരും. ഇന്ന് അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ